ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെതാ ഞങ്ങൾ രാവിലെ എണീറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ചു. രാവിലെ എഗ്ഗൊക്കെ ബോയിൽ ചെയ്തു, ബ്രെഡും എഗ്ഗും, പിന്നെ ഇന്നലത്തെ കുറച്ച് ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡി. റിംഷ, how was the stay? Oh, it was lovely. We loved it. अच्छे से सो गई ना? Yeah, I slept well. It was so good. Yeah, it was so good. നന്നായിട്ട് ഉറങ്ങി കേട്ടോ ഞങ്ങൾ എല്ലാവരും. ഷാനു പറയുന്നുണ്ട് നമ്മളെല്ലാം കിടന്നതേ ഓർമ്മയുള്ളൂ. അടിപൊളിയായിട്ട് ഉറങ്ങി. യെസ്സും ഉറങ്ങി. പിന്നെ ഇന്ന് ചെറുതായിട്ട് റെയിനി ഉണ്ട് കേട്ടോ. ഔട്ട് സൈഡ് ഇതാ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള ഫ്രണ്ട് വ്യൂ. റെയിനി ആണ്, കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ട്. മോർണിംഗ് സണ്ണി താ. വെൻ ഐ വോക്ക് അപ്പ് ഇറ്റ് വാസ് സണ്ണി. രാവിലെ എണീറ്റപ്പോഴത്തേന് കുറച്ച് സണ്ണി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാനിൽ കുറേ അധികം സ്ഥലങ്ങളുണ്ട്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, ഒരു വൺ ഓഫ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അതും കുറച്ച് നടക്കാൻ പറ്റുന്ന, ഒരുപാട് ഹൈക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് പ്ലാന്. വെതർ എങ്ങനെയെന്ന് നോക്കിയിട്ടായിരിക്കും ബാക്കിയുള്ള ഇതൊക്കെ പറ്റുമോ ഇല്ലേന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളെ ഡേ 2 എന്താണ് പീക്ക് ഡിസ്ട്രിക്റ്റിലെ വിശേഷങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും വായോ. നമുക്ക് പീക്ക് ഡിസ്ട്രിക്റ്റ് മൊത്തം ചുറ്റിക്കാണാം. ഓക്കെ, इसको सेफ्टी पिन है या कुछ भी? हाँ, मैं भी ये देख रही हूँ. मेरे पास नहीं है एक्चुअली. एक रबर बैंड बांध सकते. इसे एंजॉय ചെയ്ത് ഇഷു സ്റ്റേ എൻജോയ് ചെയ്ത്. അമ്മി വെക്കാം കേട്ടോ. എനിക്ക് വെച്ച് തരുക. ഓക്കെ, ഇങ്ങനെയാണോ വയ്ക്കുന്നത്? ഇസ് ദിസ് ദ റൈറ്റ് പൊസിഷൻ? ഓക്കെ, തിരിച്ച്. ഓക്കെ, ഗുഡ് മോർണിംഗ് പറ ഇഷു. ഹായ് പറ. ഹലോ, ഹൗ ആർ യു ജോക്കി? ഹൗ ആർ യു? ഹലോ. ഞങ്ങൾ അക്കോമഡേഷനിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങി അറൗണ്ട് ഒരു 15 minutes ആയി ട്രാവൽ തുടങ്ങിയിട്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളെടുത്ത് കുറച്ച് മുന്നേക്ക് വന്നപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ വെതർ നോക്കുമ്പോഴത്തേനും ഉച്ചയ്ക്ക് ശേഷം മഴ കാണിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഒരു അറൗണ്ട് 1 hour ജേർണി ഉണ്ട്. ഇനി ഒരു 45 minutes കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേന് മഴ കുറയുമെന്ന് പ്രതീക്ഷിച്ചായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ ഈ വണ്ടിയിൽ ഷാനു, റിംഷ, ഞാൻ, മാലു, പിന്നെ ഇസുദാ ഇപ്പോൾ ഉറക്കമായി. ഇസു മറ്റേ വണ്ടിയിൽ ബാക്കി എല്ലാവരും ആയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പൊക്കെയാണ്. മാലു സേ ഹായ്. സ്വാഗതം again. She want to say സ്വാഗതം all the time. Okay, മാലു, say some മലയാളം word. സുഖമാണോ? സുഖമാണോ. എന്തുണ്ട് വിശേഷം? Okay, then what else you want to get to know? ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചോ? Then what else you want to get to know? മീൻ കറി സൂപ്പറാ. Wow. See, you know മലയാളം എന്നാ. നല്ല മഴ കേട്ടോ. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു. വെതർ സണ്ണി ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ ഇതാ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര മഴയല്ല. അവിടെ എത്തുമ്പോൾ സണ്ണിയായാൽ മതി എന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച് പോകുന്നത്. നോക്കാം, ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം ഞാൻ. ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി കേട്ടോ. നല്ല അടിപൊളി ഇത് ഫോഗ്, കോട ഇറങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഒന്നും കാണാൻ പറ്റില്ല. ഫ്രണ്ട് കോടയാണ് ഫുള്ള്. റോഡ് കാണാൻ എങ്ങനെയുണ്ട്? കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ റോഡ്? പക്ഷെ മുന്നേക്ക് റിംഷ ऐसे पकड़ना वहाँ नहीं नीचे कैसे मैं पकड़ रही वहाँ नीचे पकड़ कर फ्रंट पे दिखाओ. हाँ, फ्रंट दिखाओ बस. കണ്ടോ? നല്ല അടിപൊളി കോടയാട്ടോ. ലൈക്ക് നാട്ടിലെ ഒരു വൈബ്. നോ ഇപ്പൊ തുറക്കില്ല. നമുക്ക് അവിടെ ചെന്നിട്ട് തുറക്കാം. നോ യാർ, അവിടെ ചെന്നിട്ട് ഓപ്പൺ. ഇപ്പൊ നോ അതുകൊണ്ട് കോടയാ. വാ, look at here. വാ, ഞങ്ങളിവിടെ എത്തി കേട്ടോ. ഞങ്ങളിവിടെ എത്തിയിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഹൈക്ക് ചെയ്തൊരു 1.5 മൈൽ മേളിലേക്ക് പോകണം കേട്ടോ. നല്ല റെയിനും ഉണ്ട്.
സ്ട്രോളർ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ കാറിൽ നിന്നിട്ട് രണ്ടാമത്തെ പ്ലേസ് നോക്കുക ഇവിടെ പോവാന്ന് വിചാരിച്ചിട്ട്. പിള്ളേരൊക്കെ അതാ ഇവിടെ. शागिल बोर हो रहा है एकदम. Partner is गायब. Hi Maishu. Hi. How's this place? Can I get out? It's raining. Raining, right? Yeah. Can I get out? Isu, മഴ നനയുന്ന ഇസു? Shagil Khalu, can I get out? Abba decide what he has. You have to do. Kaki, food. How are you going? Maisha. Dada, can I get out? वो कल अंदर बैठी थी, अब तुम अंदर बैठ जाओ. Dada, can I get out? Yes. Please. I want to feel. ഞങ്ങളിവിടെ വേറൊരു സ്ഥലത്ത് വന്നു കേട്ടോ. ബേക്ക്വെൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതൊരു കൺട്രി സൈഡ് വില്ലേജാണ്. അതുപോലെ കുറച്ച് റിവറൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് പയ്യെ നടക്കാനായിട്ട് തുടങ്ങുക. ഇസുവിൻ്റെ സ്ട്രോളറൊക്കെ സെറ്റ് ചെയ്ത്. ഇസു ഹായ്. ഇസു ഹായ്. ഇസുവിൻ്റെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് കപ്പിൾസ് ഓൺ ഫോട്ടോഷൂട്ട്. ഹായ് കപ്പിൾസ്, ന്യൂലി മാരീഡ് കപ്പിൾസ്. ഭയങ്കര രസമുള്ള ഫ്ലവേഴ്സൊക്കെ, നല്ല രസമുണ്ട്. ഓ സി അമ്മ देखूंगी तो अभी है ना बहुत डेफिनेटली बोलूँगी अम्मा इसका. डबल शेड्स लाइक सी നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? ഇത്ര നേരം മഴയായിരുന്നു. നമ്മൾ മറ്റേ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ പോയിട്ട് അവിടെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറേ സ്റ്റെപ്പിംഗ് സ്റ്റോൺസുകളുണ്ട് പീക്ക് ഡിസ്ട്രിക്റ്റിൽ. ലാസ്റ്റ് ടൈം ഒരു സ്ഥലത്ത് പോയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇവരെ എല്ലാവരെയും കൂടി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ ഇപ്പം മഴ, പിന്നെ ഇവിടെ വന്നപ്പോൾ മഴ കഴിഞ്ഞു. ഇപ്പോൾ ചെറുതായിട്ട് വെയിൽ തുടങ്ങുന്നുണ്ട്. സണ്ണി ആവുന്നുണ്ട് അല്ലേ? സണ്ണി ആവുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ സണ്ണി ആണെങ്കിലാണ് രസം കാണാനൊക്കെ നല്ല. ഇതുണ്ട് നമ്മുടെ നാട്ടിൽ ചൊറിയണോ ഇത് ആണ്. ശരിയാ ചൊറിയണ നമ്മുടെ നാട്ടിലെ. സി പൂവുണ്ട്. ശരിയാ, ഒന്ന് തൊട്ട് നോക്കുന്നു. ഒന്ന് തൊട്ട് നോക്കുന്നോ? ഞാൻ തൊടുന്നില്ല, നീ കേട്ടോ. വേണ്ട. ഇസു കാട്ടിക്കൂടെ പോവാന്ന ഇസു. ഓ അടിപൊളി രസം കേട്ടോ. വില്ലേജ് ഒരു രക്ഷയില്ലാത്ത രസം, നല്ല രസമുണ്ട്. ബിൽഡിങ്ങും ഒരു സൺഡേ വൈബ് ഉണ്ട് മൊത്തത്തിൽ. നല്ല രസമുണ്ട്. ലുക്ക് അറ്റ് ദ ഫ്ലവേഴ്സ്. ഇത് ഒറിജിനൽ ആയിട്ടോ, ഒറിജിനൽ ഫ്ലവേഴ്സാണിത്. ഭയങ്കര രസമുണ്ട്. ഓ ഭയങ്കര രസമുണ്ട്. നമ്മുടെ ഡാലിയ എങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഒന്നുമില്ല ഭയങ്കര രസമുണ്ട്. ഇതിങ്ങനെ ഹാങ് ചെയ്തേക്കോ കേട്ടോ. ഈ ഷോപ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തേക്കോ. എല്ലാം നല്ല രസമുണ്ട്. നല്ല ഫ്ലവർ അല്ലേ? നോക്ക്, ഭയങ്കര രസമാണ്. എൻജോയ്. ഐസ് എവിടെ? ഐസ് ഇപ്പം വരും. ഇസു വേണോ? ഇസു നീ ഹോം. ഇസു ലുക്ക് അറ്റ് ഹിയർ. ഞങ്ങളിവിടെ വാഷ്റൂമിൽ പോകാനായിട്ട് കയറിയ ഒരു മോളിനകത്തായിട്ടോ. ഇസു ഇസു നീ ഹെൽപ്പ് ചെയ്യുന്നു. അതാ ഇതൊക്കെ എടുത്ത് വെക്കുന്നു. ഇസു ഇന്ന് ഇസുവിനെ ഇവിടെ നിർത്തിയിട്ട് പോവാ. സെയിൽസ് ഗേൾ. ഇസു ഇത് നമ്മൾ എടുക്കാൻ പറ്റുന്ന സാധനമല്ല. ഇതിവിടെ സെയിൽസ് ഗേൾ വയ്ക്കുന്ന സാധനമാണ്. ഇസു I see you, Isu. Isu. I see you. ഇത് സെയിൽസ് ഗേൾ ഇത് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണ്ടേ? വാ നമുക്ക് പോവാം. ഓക്കെ ഫൈൻ. വെൽക്കം. സേ ബൈ ഇസു. സേ ബൈ. ആച്ചുവാ ഇസു. അതാ ഐസ എവിടെ? അകജേ
അക്കച്ചി ഇങ്ങോട്ട് വാ അക്കച്ചി. വാ അക്കച്ചി. Daniel won't call. ഇസു അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. I think Amina wanted to ask something, no? Like you were asking. ഹാ ഇവര് രണ്ടുപേരും രണ്ട് വണ്ടിയിലായിട്ട് ഇപ്പൊ കണ്ടപ്പോഴത്തേന് ഭയങ്കര മിസ് ചെയ്യുമായിരുന്നു കേട്ടോ. വെള്ളം കണ്ടിട്ടുള്ള ചാട്ടമാണിത്. വെയിറ്റ് ചെയ്യും. ആ വെള്ളമല്ല ഐസു, ആ വെള്ളം ഐസു പറയുന്നേ. ഐസു എൻജോയ് ചെയ്യണം ഐസു. സൂപ്പറാ. വെള്ളം കണ്ടോ അവിടെ? ബേർഡ്സ് ഉണ്ട് ഇവിടെ. ഓപ്പൻ ഇല്ല. വാ സൺസ്ക്രീൻ ഇട്ടില്ലേ ഐസുവിന്? ഫൈൻ. നല്ല രസമുണ്ട്. നോക്കി ഇസു ബേർഡ്സിനെ കണ്ട ഐസു? ഐസു ലുക്ക് അറ്റ് ദ ബേർഡ്സ്. പിയാ 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 തു പിയാ പിയാ. ഐസു ഐസു ബൗബുണ്ട്. ഡോഗുണ്ട്. ഡോഗ്. വാവ് ഐസു 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 നോക്കി. വാവ് അതെന്താ പിജിയോൺ? എങ്ങനെ വിളിക്കുന്നേ? പിജിയോൺ എങ്ങനെ വിളിക്കുന്നേ? അതെന്തോ ഡക്കോ അതോ പിജിയോണോ? രണ്ടും ഉണ്ടല്ലേ? പിജിയോണും ഉണ്ട്. പിന്നെ മറ്റേ കിളിയുണ്ട്. നമ്മൾ വീർ ബ്രിഡ്ജിന്റെ മുകളിലാണ് കേട്ടോ ഉള്ളത്. നല്ല രസമുണ്ട്. നോക്കിയേ ഒരുപാട് ബേർഡ്സും ഉണ്ട്. ഇത് റിവർ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിവർ സോഴ്സ് ആണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇവിടെ ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നടക്കാം അല്ലേ? അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് ഇപ്പുറത്ത് പോവാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതെ അവിടെ നിന്ന് ഷാനു നമുക്ക് ഇറങ്ങി ഇങ്ങനെ നടന്ന് ക്രോസ് ചെയ്ത് ഇവിടേക്ക് പോവാം. ഇസു പിന്നെ നമുക്കത് റൊമാൻറ്റിക് ആയിട്ട് ഇതുപോലെയൊക്കെ വന്നതാണ്ടേ അതുപോലെ അവരിരുന്ന് കഴിക്കുന്നുണ്ടോ? അതുപോലെയൊക്കെ വന്നിരുന്ന് കഴിക്കാം, എൻജോയ് ചെയ്യാം. നല്ല രസമുണ്ട്. ഓ ഇതുണ്ടോ? മീൻ കണ്ടോ? ഫിഷസും ഒക്കെ ശരിക്കും വലിയ ഫിഷസും ഉണ്ട് അതിനകത്ത്. വലിയ ബിഗ് കണ്ടോ അവിടെ? ആണ്ട് ഇങ്ങോട്ടോ കാണിച്ചു തരാം. ഞാൻ ഇതിന് ബ്രേക്ക് ഇടട്ടെ മക്കളുടെ സ്ട്രോളറിൽ. ചിറാപുഞ്ചിന്റെ ഷൂട്ട് എടുക്കാൻ നല്ല പറ്റിയ സ്ഥലം. ഓ ഇവിടെ ഇരിക്കുമ്പോൾ നല്ല വ്യൂ ആട്ടോ. അവിടുത്തെ കാണാൻ നല്ല രസമുണ്ട്. ചിറാപുഞ്ചി മഴയിട്ട് ഡക്ക് എന്താ ഐസു? ഡക്ക് ഫിഷിനെ പിടിക്കുന്ന. എന്ത് ചെയ്യോ? ആ ഡക്ക് ഫിഷിനെ പിടിക്കുന്ന. എന്തോ ഒന്ന് പറഞ്ഞേ. ഡക്ക് ഫിഷിനെ പിടിക്കുന്ന പറയേ. ആ ഡക്ക് ഫിഷിനെ പിടിക്കുന്ന. ഇസു ഡക്ക് ഫിഷിനെ പിടിക്കുന്ന കണ്ടോ? ഡക്ക് കണ്ടോ ഫിഷിനെ പിടിക്കുന്നേ? How many ducks? 1 2. ഞങ്ങൾ ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്തു കേട്ടോ. നല്ല അടിപൊളി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുന്നത്? റിവർ സൈഡ് ട്രഡീഷണൽ ഫിഷ് ആൻഡ് ചിപ്സ്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഫ്രഷ് സാധനമുണ്ട്. നല്ല ഫ്രഷ്. But seriously this is nice. ഓ ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ച് വേറൊരു ലൊക്കേഷനിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുക. മൗണ്ടൻ വ്യൂ പോയിന്റാ? പേരെന്താ കറക്റ്റ് സ്ഥലത്തിന്റെ? റോഷർ മൗണ്ടൻ വ്യൂ പോയിന്റിലോട്ടോ കേട്ടോ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹൈ റേഞ്ച് കയറുന്നതല്ലേ ആ ഒരു ഇതുണ്ട്. വാഗമണൊക്കെ പോകുന്ന പോലെ ഹൈ റേഞ്ച്. നാടും ഇവിടെയും തമ്മിൽ ആ ഒരു കമ്പാരിസൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം ഇത് കാണുമ്പോൾ കറക്റ്റ് റിലേറ്റ് ചെയ്യുന്നു. സത്യമല്ലേ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ? ഇടുക്കി ആ ഒരു ഭാഗത്തൊക്കെ പോകുമ്പോൾ ഉള്ള പോലത്തെ ഇല്ലേ
ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലെ സിമിലാരിറ്റി ഉണ്ട് കേട്ടോ ഒരുപാട്. She's eating something. Always. Isu also. Isu, yummy? Yummy. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഫാം പോലെ അതായത് ഒരു ഡയറി പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ ഒരു ഫാമിൻ്റെ ഒരു ഇതിൽ കണ്ടിട്ട് ഞങ്ങൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ജേഴ്സി കൗവിൻ്റെ ഇത് കിട്ടും കേട്ടോ, ഐസ്ക്രീം അതുപോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും കിട്ടുമെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയതാണ് കേട്ടോ. നോക്കട്ടെ എന്താ കിട്ടുകയെന്ന് കാണിക്കാൻ കേട്ടോ. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ. ഇസു ആണെങ്കിൽ ഇതുവരെ ഐസ്ക്രീം ഒന്നും കഴിച്ചിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല, ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും, കറക്റ്റ് ഓർഗാനിക്കായിട്ടുള്ളതാണ്. അപ്പോൾ നോക്കട്ടെ കിട്ടുവാണെങ്കിൽ ഇസുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഐസ്ക്രീം. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങൾ. ഓക്കെ, ഫ്രഷ് ആൻഡ് ഫ്രോസൺ ബീഫ് അവൈലബിൾ, മീൻസ് കട്ട്സ്. ഓ, ഇതൊക്കെ ഉണ്ടല്ലേ. ഓൾ ഹോം പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഗ്രാസ് ഫെഡ്. അതാണ് കേട്ടോ അതിൻ്റെ ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഇതിലുള്ള മിൽക്ക് ഐസ്ക്രീം. The beef and all, like I mean like the farm product. We can see the cow there. We can see the cow there. Yeah, you can have actually ice cream here. That is milk is also over there. That is raw milk. Oh, raw milk also we can buy from here. Yeah. Oh, okay. It is over there. Okay. Single tub or double tub? Single cone, double cone. Single cone, right? This is double. Oh, okay. So this one I need single cone. Yeah. I told them the single cone only. Eh? Yeah. Hi. Who's next? Yeah. Hi. Yeah. Chocolate hazelnut. Yeah. No, different. That's 9.69. ഒരു രക്ഷയില്ലാത്ത ഐസ്ക്രീം ആട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും പീക്ക് ഡിസ്ട്രിക്റ്റ് വരുവാണെങ്കിൽ ഇവിടെ, അതായത് ടാഗ്ലൈൻ ഡയറി, വെറോ ലാറ്റെ ജലാട്ടോ. ടാഗ്ലൈൻ ഡയറി ഇത് ഫാം, ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പാലിൽ അവരുണ്ടാക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ജലാറ്റോ, ഐസ്ക്രീംസ്, പാല്, ബട്ടർ എല്ലാം ഉണ്ട്. ഐസ്ക്രീം ഒരു രക്ഷയില്ല കേട്ടോ. പിസ്താഷ്യോ മസ്റ്റ് ട്രൈ കേട്ടോ. ഇത് ബട്ടർ സ്കോച്ചാണ്, ഹേസൽനട്ടാണിത്. പക്ഷേ ഒരു ഡബിൾ സ്കൂപ്പ് പുള്ളിക്കാരി ഫുള്ള് കഴിക്കുക. ഇസുവിൻ്റെ ഫസ്റ്റ് ഐസ്ക്രീമാണ്. എങ്ങനെയുണ്ട് ഇസു? ദിസ് ഈസ് ഹർ ഫസ്റ്റ് ഐസ്ക്രീം ആൻഡ് ഷീ ഈസ് എൻജോയിങ്. ഇസു വലുതാകുമ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നോക്കണം കേട്ടോ. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ മിൽക്ക് ഫീഡിങ് അല്ല, ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള കൗസിൻ്റെ ആണ് മിൽക്കും ബട്ടറും മീറ്റ് മീൻസ് ബീഫ് കാണാം. പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ കേട്ടോ, അടിപൊളി. നമ്മൾ കഴിക്കുന്നത് ഒരു ഐസ്ക്രീമേ അല്ല, നമ്മൾ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് കഴിക്കുന്നത് ഇത് കഴിച്ചപ്പോഴാണ് ഡിഫറൻസ്. കാരണം ഇങ്ങനത്തെ ഐസ്ക്രീം ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ റോഷൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇസു നല്ല ഉറക്കമായി കേട്ടോ. അവിടെ റോക്കിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ ഹൈക്ക് ചെയ്തിട്ട് മേലിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇസു ആണെങ്കിൽ ഐസ്ക്രീമൊക്കെ കുടിച്ചതാ, നല്ല ഉറക്കമായി. അങ്ങനെ ഇസുവിനെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഐ തിങ്ക് ദി ആർ ടയേർഡ് ഓൾമോസ്റ്റ്. They can walk or അവർ എത്തി, ആച്ചുമൊക്കെ എത്തി. സോ ഞങ്ങൾ ഫസ്റ്റ് ഹൈക്കിംഗ് റോച്ചസ്റ്റർ ഹില്ലിൻ്റെ ഹൈക്കിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളത് ഹൈക്ക് ചെയ്ത് ഇവിടെ നിന്ന് പോവുകയാണ്. സ്ട്രോളർ വേണോ ഷാനു? ഞാൻ ചോദിച്ചപ്പോൾ ഷാനു പറഞ്ഞു സ്ട്രോളർ വേണ്ട, നമുക്കിങ്ങനെ പോകാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് തോന്നുന്നു സ്ട്രോളർ വേണം, അല്ലെങ്കിൽ പണി കിട്ടും. അതെ, സ്ട്രോളർ പോവാടാ, സ്ട്രോളർ വേണ്ടേ? യാ, ദേ പോയി സ്ട്രോളർ എടുത്തിട്ട് വരട്ടെ. ലോ, ദേ ഇപ്പോൾ വരും, സ്ട്രോളർ എടുത്തിട്ട് വരും. ദേ സ്ട്രോളർ എടുത്തിട്ട് വരുവടേ. വെയിറ്റ്, നമുക്കിവിടെ വെയിറ്റ് അയച്ചു. ദദ്ദ വരും, സ്ട്രോളർ എടുക്കാൻ പോയതാ. ദദ്ദയുടെ ബാക്കിൽ നിന്ന് ഒരാൾ പോവുക തിരിച്ച്.
അത് സ്ട്രോളർ എടുത്തിട്ട് വരുമോ ചോദിച്ചതാ. ഞങ്ങൾ ഇതാ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഷാനു ഉമ്മച്ചിക്ക് ഹഗ് കൊടു, ഓടിപ്പോയി ഹഗ് കൊടു. ഉമ്മച്ചിക്ക് കോസി കോസി കിട്ടി. എവിടെ പോവാ? ഹൈക്കിങ്ങിന് പോവാണോ സാറ്? എവിടെ പോവാ മുമ്മ ഗേൾ? ഹൈക്കിങ് എന്ന് പറ. ഹൈക്കിങ് എവിടെയാ? ഹൈക്കിങ് എവിടെ നമ്മൾ പോന്നേ? പാക്കില് എല്ലാം പാക്ക. ഹൈക്കിങ്ങിനെന്ന് പറ. എന്ത് ഇഷ്യൂ? എന്ത് ഇഷ്യൂ പറ. ഇഷ്യൂ വേർ വി ഗോയിങ്? ഹൈക്കിങ്. അപ്പൊ എന്തങ്ങ് പോയതിന് ഇവിടെ പോയി സ്ട്രോളർ എടുത്ത് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇസു. ആ കുറേ നേരം അവിടെ പോയി. യിസു ആരെ വെയിറ്റ് ചെയ്യുന്ന അവിടെ? യിസു ആ കൊച്ചിനെയാ ആരെ വെയിറ്റ് ചെയ്യുന്ന അവിടെ? ആ കൊച്ചു ഓപ്പൺ ദ ഡോറോ. ഹായ് ഇസു, സേ ഹായ്. Somebody is saying hi Isu. Isa. Where are you from? India. We came from London. Oh yeah. Yeah, we are also from London only. Yeah. Which town? Oh. എന്തുവാ? അയ്യോ. എവിടെ പോണം? ഏത് ഭാഷ? Korean. Korea. കാർ. Stroller Isu, stroller. അത് തന്നെ പറയാൻ. ഇത് ഏത് കാർ? എന്തൊരു ഐസ്ക്രീം? ഐസ്ക്രീം. മുറിയാണെങ്കിൽ ഇസു ഇസുന്റെ സ്ട്രോളർ വന്നതോ അവിടെ? ഇസു വാപ്പി എവിടെ? ദദ്ദ എവിടെയോ? ഹലോ. സ്ട്രോളറി ഹൈക്കിങ്ങിന് പോകുന്ന ആൾക്കാർ കൊള്ളാടെ ഇസു. ആ കാരണം നാളെ ഡ്യൂട്ടിയില്ലേ. അതെന്തിനിപ്പോ കാണിച്ചത്? ഒരു ക്യൂട്ട്നെസ് കാണിച്ചു. എങ്ങനെ ക്യൂട്ടി കാണിച്ചൊരു ക്യൂട്ടി. ഇങ്ങനെ ക്യൂട്ടി. ഷാനു വിളിച്ചേ. അങ്ങനെയല്ല, മമ്മ വിളിക്കുന്ന പോലെ വിളിക്കേ. ഐസ് മമ്മ വിളിക്കുന്ന പോലെ വിളിച്ച് ഷാനുന്ന്. അജു മറന്നു. ഓ കട്ടർ ചക്ക. ഓക്കെ ശരി സാർ. ഇപ്പം നമ്മളൊരു വ്യൂ പോയിന്റിൽ വന്നതാ. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് 3 മണിക്കൂർ ട്രാവലുണ്ട്. 3.5-4 മണിക്കൂറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്ഥലങ്ങളൊന്നും കാണാൻ ഉണ്ടാവില്ല. നാളെ ഞാൻ വർക്കിങ്. ഷാനു നാളെ ഓഫാ, ആച്ചു നാളെ ഓഫാ. എന്തോ ഉമ്മച്ച് കേൾക്കുന്നടേ. അപ്പോൾ ഇനി പയ്യെ നമ്മൾ തിരിച്ചിതും കൂടെ കഴിഞ്ഞ് വിടാന്നുള്ള പരിപാടിയാണ്. പക്ഷെ വെതർ കൊള്ളാം. രാവിലെ കുറച്ച് മഴ പെയ്തു, പിന്നെ അത്യാവശ്യം സണ്ണിയാണ്. ഇപ്പം പിന്നെ ഈവനിങ് ആയതുകൊണ്ട് കുറച്ച് കാറ്റും തണുപ്പൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഉമ്മ പീക്ക് ഡിസ്ട്രിക്റ്റ്? സൂപ്പർ. അങ്ങോട്ട് അത് ആ വ്യൂ പോയിന്റ് കാണാനാണ് നമ്മൾ പോകുന്നത്. മേലിൽ ചെന്നിട്ട് കാണുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ നടക്കാതെ ഹൈക്ക് എന്ന് പറഞ്ഞതാണ്ടേ 80 വയസ്സ് 85 വയസ്സുള്ളവരൊക്കെ നടക്കുന്നുണ്ടോ? ചെറുമണി നടക്കുന്ന പോലെ. ഇവിടെയുള്ളവരൊക്കെ നല്ല ഹൈക്കിംഗ് ഒക്കെ ഭയങ്കര വീക്കെൻഡ് അവരുടെ മെയിൻ പരിപാടി. സമ്മറായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. പക്ഷെ അന്ന് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. അന്ന് നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റ് വന്നിട്ട് നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ, അന്ന് പക്ഷേ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. നമ്മൾ മറ്റേ റിവറും സ്റ്റെപ്പിംഗ് സ്റ്റോണൊക്കെ പോയിട്ട് ഓർമ്മയില്ലേ അമ്മ? എന്തുവായിരുന്നു? വെള്ളത്തിൽ നീലക്കുറിഞ്ഞുണ്ടോ? താണ്ടേ തന്നെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ ഏക്കറിനകത്ത് ഈ പോവല്ലേ. ഇവിടെ അല്ലാതാ
വ്യൂ ഒരു രക്ഷയല്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ. ലുക്ക് അറ്റ് ദ വ്യൂ, ഇറ്റ്സ് റിയലി അമേസിങ്. Sheep. How many sheep there? 1, 2, 3, 4. ഷീപ്പിനെ കാണാൻ പോവാ നീ? 1 2 മ്യാവല്ല. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ ഒരു വ്യൂ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്. ഒരുപാട് ആട്ടിൻകുട്ടികൾ. ഇസു ഷീപ്പ് എവിടെ? ഇസു ഷീപ്പ് എങ്ങനെ വിളിക്കുന്നേ? എങ്ങനെ വിളിക്കുന്നു ഷീപ്പ്? നല്ല രസമുണ്ടടാ. If Izu's not using the buggy, can I use it? No. Actually, I'm dying. ചെറിയൊരു സ്ലൈഡ് വിൻഡി ആട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. ഒരു കട്ടൻ കാപ്പി ആയിട്ട് വരണം, എന്നിട്ട് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കുടിക്കണം. പക്ഷേ ഇതൊന്നും ഇല്ലെന്ന് കയ്യേ. ഞങ്ങൾ പോകുന്നതാ അവിടെ ഒരു ഇത് കാണുന്നുണ്ടോ, ഒരു പീക്കിൽ അവിടെ ആൾക്കാർ ഇരിക്കുന്നില്ലേ, അവിടെ അവിടെ. ഇനി അത്ര ദൂരം കൂടെ ഉണ്ട് കേട്ടോ നടക്കാൻ. അപ്പോൾ ഇസുവിൻ്റെ സ്ട്രോളർ നമ്മൾ വഴിയിലൊരു സ്ഥലത്ത് വെച്ചു. കാരണം ഈ റോഡിൽ കൂടെ ഒട്ടും സ്ട്രോളർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ അവിടെ പകുതി വെച്ചിട്ട് ആരും എടുക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഓൾമോസ്റ്റ് നിറച്ച് ഇങ്ങനത്തെ ഈ ഫ്ലവേഴ്സാട്ടോ. ഭയങ്കര രസമുണ്ട്. ഇതൊരു ഫുൾ മൊണ്ണയൊക്കെ അങ്ങനെ കിടക്കുമ്പോൾ നല്ല രസമാണ്. ഫുള്ളായിട്ട് കിടക്കുമ്പോൾ കാണാൻ അടണ് ഓർമ്മ. പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ. ഭയങ്കര നാരമായിട്ടുള്ള വഴിയായതുകൊണ്ട് കുറച്ച് കെയർഫുള്ളാണ്. സ്ട്രോളർ അവിടെ വെച്ചിട്ട് വന്നത് കാര്യമായി. ഒട്ടും പറ്റില്ല. ലൈക്ക് 2 വീൽ സൈക്കിള് ഭയങ്കര കഷ്ടിച്ച് വരാൻ പറ്റുന്ന വഴിയാട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇസു നടന്ന്, ഇസു കണ്ടോ, ഇസു നടന്ന് കയറുവാ. ഓൾമോസ്റ്റ് ഹിയർ. ഇനി ആ ഒരൊറ്റ ഇതും കൂടെ കയറുമ്പോൾ നമ്മൾ ആ വ്യൂ പോയിന്റിലെത്തും കേട്ടോ. ആ ഒരു പീക്കിലെത്തും. പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ പീക്കിൽ. So it's almost there. Chinese and the പീക്കിലെത്തി. अभी अंदर नहीं जा रहे ना? Are we going inside?
നമ്മുടെ കേരള ഹോട്ടലല്ലേ? क्या कौतु पराठा पसंद है तुमको? Bye, Ma. Where are you going? London, back to home. Ayo, Maya. I don't hold it too much. Bed was so comfortable. അങ്ങനത്തെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞത് ബാക്ക് ടു ലണ്ടൻ. നാളെ തിരിച്ച് ഡ്യൂട്ടിയിൽ കയറണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.